മാലിനി പരിചയമുള്ളവരാ. വെറുതെ ഒന്ന് കണ്ടപ്പോ വരട്ടെ. സോ എന്നോട് സംസാരിക്കില്ല അല്ലേ? എന്നെ അവോയ്ഡ് ചെയ്യുവാണോ? അങ്ങനെയൊന്നുമില്ല. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യണം, സംസാരിക്കാനുണ്ടെന്ന്. പോയി കളഞ്ഞില്ലേ? എന്ന് വെച്ചാ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെന്നല്ലേ? അന്ന് ചെറിയൊരു ജോലി വന്നു. നീ പണ്ടത്തെ പോലെ അല്ല മാസ്. ഒരു ബന്ധമില്ലാത്ത കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞിന് നീ കാഴ്ച കൊടുക്കാൻ തീരുമാനിച്ച ആ ദിവസം എനിക്ക് നീ ആരാന്ന് മനസ്സിലായി. നീ എന്നോട് മാത്രമല്ല ഒതുക്കി വെച്ചു അല്ലേ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ, ഞാൻ പോയേക്കാം. അങ്ങനൊന്നുമില്ല. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നറിയോ? അന്ന് നീ എന്നോട് ദേഷ്യപ്പെട്ടു പോയപ്പോ നിനക്കിട്ട് രണ്ട് തന്നിട്ട് ഒരു ഉമ്മയും തരണമെന്ന് തോന്നി. എനിക്ക് തന്നോടായിരുന്നോ? എന്താ ഇവിടുന്ന് ഓക്കെ കിട്ടിയില്ലടാ, പിന്നെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? മാസേ നീ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. സെക്കൻഡ് ഹാഫിൽ നീ ഒരുപാട് സ്ലോയാ. സ്റ്റാർട്ട് മ്യൂസിക്. എന്താ മാസം ഇത്? അവന്റെ മരണത്തിന് അവൻ തന്നെ ഡാൻസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ജീവിച്ചിരുന്നപ്പോ അവന്റെ ആഗ്രഹം എല്ലാം തീർന്നു. അതാ മരിച്ചോണ്ട മേൽപോട്ട് പോയത്. ഇതാ നല്ല മരണം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് എന്തിനാണ് വന്നേ? നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? യെസ്. ഇവിടെ എന്തിനാ വന്നേ? ഐ ഡോണ്ട് നോ. മറുപടി പറ. സാർ, നിങ്ങൾ അതിനൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. ആന്റണി അറിയാവോ? എഡിറ്റർ ആന്റണി അറിയാവുന്നുള്ള കാര്യം നീ പറഞ്ഞേക്ക്. ആന്റണി മുകളിൽ നോക്കിയ ആന്റണിയെ കാണത്തുള്ളൂ, ആന്റണിയെ കാണത്തില്ല. ആന്റണി അറിയില്ല സാർ. ആന്റണിയെ അറിയില്ല. അല്ല, ഇപ്പൊ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന? പ്രേതങ്ങളെ ഓടിക്കുക. എന്തോ? ഞാൻ ആത്മാക്കളും പ്രേതങ്ങളും തുടങ്ങിയ അമാനുഷ്യ ശക്തികളോട് സംസാരിച്ച് വിരട്ടുന്ന പരിപാടിയാ സാർ. ഈ കാലത്തും പ്രേതവും ആത്മാവൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ. ഉണ്ടോ രമ്യ? വെറുതെയാ സാർ, കാശുണ്ടാക്കാനുള്ള പണിയാ. മാഡം, സെന്തിക്കര പോയിട്ടുണ്ടോ? സെന്തിക്കര ഉണ്ടോന്ന്, പോയിട്ടുണ്ടോന്ന്? പോയിട്ടുണ്ടെന്ന് പറ. ഒരു പ്രേതത്തിനോട് സംസാരിക്കാനായിട്ട് പോയെന്ന് പറ. അത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നീ സെന്തിക്കര പോയിട്ടേ ഇല്ല? ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പോകാനാ സാറേ? സാർ പോയിന്റ് സാർ. കുറച്ച് വെള്ളം കിട്ടുമോ? അതിനെന്താ, തരാമല്ലോ സാറേ. മാസിനാകെ ഡൗട്ടായിരിക്കുന്നു, കണ്ടില്ലേ? ആ വോയിസ് റെക്കോർഡ് എടുക്ക്. സാർ, നീ പുറത്തു പോയി ഓക്കേ, സാർ. ടീപ്പോയുടെ അടി വെക്ക്. സാർ ഞാൻ മിണ്ടാതെ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. മാസേ, ടേബിളിന്റെ അടിയിൽ വോയിസ് റെക്കോർഡർ ഉണ്ട്. പോയിട്ടുണ്ടെന്ന് പറയാനല്ലേ പറഞ്ഞേ? അതെന്താ പിന്നെ അങ്ങനെ പറയാഞ്ഞേ? എന്ത് പറയണേ, എങ്ങനെ പറയണമെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ പോകുന്ന നോക്ക്. എന്തോ മോളെ ചെയ്യുന്നവിടെ? നീ പറയുമ്പോൾ തലയേട്ടാൻ ഞാൻ ബൊമ്മയല്ല, വന്നിരിക്കുന്നു. ഓക്കെ. അയ്യോ എന്റെ മോനെ, എന്തൊക്കെയാ? ഐസ് വാട്ടർ ഇല്ല. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? വീണ്ടും ഞാൻ വരും. അപ്പം വെള്ളം തണുത്തിരിക്കണം. ശരി. രമ്യ, നമ്പർ കൊടുത്തേ. Yes, sir. നിന്റെ നമ്പറല്ല, എന്റെ നമ്പർ. സോറി സാർ. നമ്പർ തരും. വിദേശത്ത് പോവുകയാണെങ്കിൽ എന്നെ അറിയിച്ചിട്ട് പോണം. ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നു. നോ താങ്ക്സ്. ടേബിളിന്റെ അടിയിൽ വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ട് അവര്. വയർലെസ് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട്. പുറത്തും വാ ഞാൻ കാണിക്കാം. ഹായ്. വിക്രം, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. സാറിനെ കാണാൻ. നമസ്കാരം. വാ, കയറി പോവാം. ശരി സാർ. അനിയ ഇരിക്കെ. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ട പോലെ തോന്നുന്നല്ലോ. പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ നമ്മള്? ഇല്ല സാർ. അല്ല, പ്രായമൊക്കെ ആയില്ലേ, അതാ. അല്ല അനിയ, നമ്മളെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, ഉറപ്പാ? ഉണ്ടായിരിക്കാം. ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണുന്നല്ലേ. ഒന്ന് ഓർത്ത് നോക്കി ആരാ എന്താന്നൊക്കെ പറയുവാണെങ്കിൽ. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എന്റെ പേര് മധുസൂദനൻ. ഈ നാട്ടിലെ MLA. അറിഞ്ഞില്ല സാർ, സോറി.
സാരമില്ല, ഇരിക്കിരിക്കും. അനിയൻ TV ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു. ഇല്ല സാർ. നമ്മുടെ കാഞ്ഞിരപ്പള്ളി സബ് കളക്ടർ കൊലപാതക കേസിൽ എന്നെ ആ സംശയത്തിന്റെ പേരിൽ അകത്ത് കൊണ്ടിട്ടത്. അയ്യോ എടാ മാസ, ഇവൻ വലിയ ആളാ കേട്ടോ. എന്താ ചെയ്യുക? ഹനിയ, ദൈവവിശ്വാസം എനിക്ക് അല്പം കൂടുതലാ. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയും ഉണ്ടാവുമല്ലോ. അതെ സാർ. പിശാചുകളെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ ഒരു ഒറ്റ സുഹൃത്ത് ആക്സിഡന്റിൽ മരിച്ചുപോയി. അവൻ മരിക്കുന്നതിന് മുമ്പ് ആ പണവും ഡോക്യുമെന്റ്സും എവിടാ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതാ ഇപ്പോ ഒരേ ഒരു പ്രശ്നം. 2 ദിവസമായി വീട്ടിൽ എന്തൊക്കെയോ അസംഭവ്യമായി നടക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നിന്റെ നമ്പറാ തെളിഞ്ഞത്. എനിക്കെന്തോ ആന്റണി ചേട്ടനെ നിന്നിലൂടെ എന്തോ പറയാൻ വരുന്ന പോലെ തോന്നി. ഒരു മിനിറ്റ്. ഇദ്ദേഹമാണ് ആന്റണി. അയ്യോ എടാ മാസെ, നമ്മൾ കുടുങ്ങിയല്ലോ. നീ ചെയ്യേണ്ടത് ആന്റണി ചേട്ടന്റെ ആത്മാവിനെ വിളിച്ച് സംസാരിച്ച് പണവും ഡോക്യുമെന്റ്സും എവിടെയാണുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എന്താ, ചെയ്യാലോ അല്ലേ? മാസേ വേണ്ട, ഇത് പ്രശ്നമാകും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇവിടെ എത്തിയല്ലേ? അയ്യോ വന്നോ? ഇവനോടാണോ ഇരുന്ന് സംസാരിക്കുന്നത്? നീ ഇങ്ങോട്ട് വരുന്ന നിന്നോട് ഒരു വാക്ക് പറയായിരുന്നു. അവനോട് പോകാൻ പറയടാ. ഒരുത്തം വന്നിരിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം. ഞാനെന്ത് ചെയ്തു? വീടുകളിൽ പോയി നമ്പർ എഴുതി വെക്കുന്ന 6 പണിയാ. നിങ്ങളുടെ പണിയല്ലേ? ആഹാ, അവിടെ കൊണ്ടുപോയി കൊല ചെയ്യിപ്പിച്ചാലാ നീ തന്നെയല്ലേ? ഇപ്പോഴത്തെ പ്രശ്നം സെന്തിക്കരെ പോയതല്ല. സെന്തിക്കരെ ലോക്കറിൽ നിന്ന് പണം കാണാതെ പോയതാണ്. ലോക്കർ നമ്പർ 6 അതിനാ പണം എന്ത് ചെയ്യും? നമ്മൾ ആ പണമൊന്നും എടുത്തിട്ടില്ലല്ലോ. നമ്മൾ അടിച്ചു മാറ്റിയല്ല, വേറെ ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി. അത് നീയാണെന്ന് സംശയിച്ചിട്ടാണ് ഇവൻ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ചേട്ടാ, ആത്മാവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. എല്ലാവരും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടുന്ന് പുറത്തു പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ഞാൻ രക്ഷിക്കാം. ആഹാ മാസേ, ഇവന്റെ അടുത്ത ഐഡിയ നമ്മളെ വേറെ എവിടെയും കൊണ്ടുപോയി കൊടുക്കാനാ. പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വെറുതെ തമാശ കളിക്കരുത്. എനിക്കറിയാം. അത് മനസ്സിലാക്കിയെടുക്കാൻ ശരിയായി. അനിയ, ചോദിച്ചു മനസ്സിലാക്കിയോ? ആത്മാവ് എന്താ പറഞ്ഞേ? ആന്റണിയുടെ പേദം അറിയില്ല. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ആത്മാവ് അവിടെ കിടന്ന് അലയുന്നത്. പുറത്തുനിന്ന് വന്ന ആത്മാവല്ലേ, ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താ നീ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നേ? നമുക്ക് വേണേ അവിടേക്ക് പോയാലോ? ആഹാ, അങ്ങനെയൊന്നും പോയാൽ പെട്ടെന്നൊന്നും പണി നടക്കില്ല. ഇതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്യണം. സമയമെടുക്കും. വേഗം വാ. സമയമെടുക്കുമെന്നു? ആവും. ആർക്കെയും വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തന്നെ പൂജ തുടങ്ങിക്കൂ. ആർക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോവാം. അത്ര പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. അതിന് ഒരാഴ്ചയെങ്കിലും സമയം വേണം. അതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കാം. ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. എടാ മഹേഷേ, എന്താ ചേട്ടാ? ആനണി ചേട്ടൻ ചെമ്പിക്കരയെ വെച്ച് മരിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല ചേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവന് ചെമ്പിക്കരയെന്ന് മനസ്സിലായത്? എന്തോന്ന് സംസാരിച്ചായിരുന്നു. ലോക്കറിനെ കുറിച്ച് അവൻ അറിയാമെന്ന് തോന്നുന്നു. അതാ അവൻ പെട്ടെന്ന് എസ്കേപ്പ് ആയത്. എടാ, അവൻ ആന്റണിയുടെ ആത്മാവിനോടാ സംസാരിച്ചത്. അവനെന്തോ മറിക്കുന്നുണ്ട്. വിളിക്കാൻ